ഹലോ ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനിതേച്ചി. ഇന്ന് ഒരു കുമ്പളങ്ങ കിട്ടീനെന്ന്. ചില ആൾക്കാർ ഇളവെന്ന് പറയും, കുറച്ച് പേര് പിന്നെ കുമ്പളങ്ങ എന്ന് പറയും, ചിലവര് ഇളവൻ കുമ്പളങ്ങ എന്ന് പറയും. എങ്ങനെയായാലും കുമ്പളങ്ങയാന്ന് കേട്ടാ. എന്നിട്ട് ഞാൻ ഇവിടെ കണ്ണൂർ വന്നിട്ടാ ഉള്ളത്. കണ്ണൂര് എൻ്റെ അനിയൻ്റെ വീട്ടിൽ, അനിയൻ്റെ ഭാര്യ ഉണ്ടാക്കുന്നത്, ഞാനല്ല കേട്ടാ. അപ്പൊ ഇത് പച്ചടി ഉണ്ടാക്കുവാന്നേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ഇതിപ്പോ കുമ്പളങ്ങ വേവിച്ചു കേട്ടോ. വേവിച്ച് അതിലിപ്പം തേങ്ങയും പച്ചമുളകും ചേർത്തു. എന്നിട്ട് ഉപ്പ് ചേർത്തിന് കേട്ടാ. അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം കേട്ടാ. എന്നിട്ട് അവളിപ്പം ഇങ്ങനെ ഇളക്ക. എന്നിട്ട് ഇപ്പം അവള് തൈര് ഒഴിക്കുന്നുണ്ട്. ആഹാ, തേങ്ങേന്റെ കൂടെ പച്ചമുളകും കൂടി അരച്ച് പിന്നെ കടുകും കൂട്ടി അരച്ചതാണ് കേട്ടാ. ഇളക്കുന്നുണ്ട് അവള്. ആഹാ, അടിപൊളിയായിരിക്കും ഇത് കേട്ടോ. നിങ്ങളെല്ലാം ഉണ്ടാക്കണേ, നിങ്ങൾക്കെല്ലാം അറിയും. എന്നാലും ഇപ്പം കടുക് അരച്ചത് ചേർക്കുവന്ന്. കടുക് തനിയെ തന്നെ അരക്കണം കേട്ടാ. പച്ചമുളകും തേങ്ങയും കൂടി അരക്കുക. അത് ചേർത്തതിന് ശേഷം കടുക് ഭയങ്കരമായിട്ട് അരിയൊന്നും വേണ്ട. ഇതാ കണ്ടില്ലേ, ഇടുന്നത് ഒന്ന് ചതക്കുക. ഇതാ കണ്ടില്ലേ. ആഹാ, അടിപൊളിയാന്ന് കേട്ടാ കുമ്പളങ്ങ പച്ചടി. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ അനിയന്മാർക്കും അഞ്ചത്തിമാർക്കും ഒക്കെ. നാട്ടിൽ വന്നതിന്റെ ത്രില്ലില്ല ഞാൻ കേട്ടാ. കടുക് മുഴുവൻ അരച്ച് ചേർത്തു കേട്ടാ. ഇനി ഇതിനെ ഒന്ന് ഒരു സുന്ദരിയാക്കണം. എങ്ങനെ അറിയാം? ഇച്ചിരി എണ്ണയും കടുകും ചുവന്ന മുളക് അതും കറിവേപ്പിലെല്ലാം എടുത്ത് അതിലോട്ടൊന്ന് അടുപ്പത്ത് ഇപ്പം വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് ചുവന്ന മുളകിട്ട് കറിവേപ്പിലിട്ട് അവരങ്ങനെ ഒന്ന് കടുകട പൊട്ടിത്തെറിക്കുന്നു. എന്നിട്ടിതാ അവളിതാ പാകമായാൽ കടുക് കണ്ട പൊട്ടുന്നു. നല്ല സൗണ്ടിലിതാ കടുക് പൊട്ടുന്നു കണ്ട. അവരെല്ലാരും കൂടെ ഒന്ന് മിണ്ടി കടുകും കരിയാപ്പിലയും ചുവന്ന മുളകും എല്ലാം നല്ലോണം അവരൊന്ന് വർത്തമാനം പറഞ്ഞ് അതിനെടുത്തിട്ട് അവളിതാ ഇതിലോട്ടങ്ങ് ഷൂന്നായിട്ട് വയ്ക്കാൻ പോകണം. നല്ലതല്ലേ ഇത്? എന്ത് ടേസ്റ്റിലെ, കാണാൻ ഭംഗി, ടേസ്റ്റും ഉണ്ട് കേട്ടാ. എനിക്കിത് മതി ഇന്ന് ചോറുന്ന് കേട്ടാ. ഓക്കേ, താങ്ക് യു. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നിങ്ങൾ ഉണ്ടാക്കലുണ്ടേ, എന്നാലും വെറുതെ ഒന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നേ. ഞാനല്ല, എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കേട്ടാ. ഓക്കെ, താങ്ക് യു എന്ന് നിങ്ങളെ സ്വന്തം അനിതേച്ചി.